ഹലോ, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ പ്ലാന്റിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണേ. ഞങ്ങളിന്ന് പോകുന്നത് അൽവസാനിലുള്ള പ്ലാന്റ് നഴ്സറിയിലോട്ടാണ് കേട്ടോ. ഇത് വരുന്നത് ദുബൈയിലാണ് കേട്ടോ. ഇവിടെ ദുബൈ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നഴ്സറി ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് പ്രൈവറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് നഴ്സറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള നഴ്സറിയിലാണ്. മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അൽവസാനിൽ പോയിട്ടുള്ളത്. അന്ന് നമ്മൾ കുറച്ച് സീഡും പിന്നെ 1-2 ചെടികൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പുതിയ കളക്ഷനൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. കാര്യം ഇപ്പോൾ നവംബറൊക്കെ ആയല്ലോ, അപ്പോൾ വിൻ്റർ ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മാസമാണ് കേട്ടോ പോയത്. അപ്പോൾ ഒക്ടോബറിൽ നമ്മൾ വിൻ്റർ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് പഴയ കളക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഇരുന്നത്. ഇപ്പോൾ ഒരുപാട് വിൻ്റർ സീസണിൽ വളരുന്ന ചെടികളും ഒത്തിരി പുതിയതായിട്ടുള്ള ചെടികളും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല വിലക്കുറവിൽ നമുക്ക് ഇവിടെ ചെടികൾ വാങ്ങിക്കാൻ പറ്റും. ചെറിയ ചെറിയ പ്ലാന്റ്സിനൊക്കെ 1 ദിറംസ് 5 ദിറംസ് ആ ഒരു രീതിയിലാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വലിയ ചെടികളൊന്നും ആവശ്യമില്ല. ചെറിയ ചെറിയ നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ചെടികൾ വാങ്ങിക്കാനാണ് കേട്ടോ ഇന്ന് വന്നത്. ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒത്തിരി വലിയ പ്ലാന്റുകൾ ഇങ്ങനെ ചട്ടിയിലാക്കി അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒത്തിരി വലിയ പ്ലാന്റുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ചെടികൾ വാങ്ങിക്കുന്ന ആ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം 1 ദിറംസിൻ്റെ ചെടികളാണ് കേട്ടോ ഈ ബോക്സിലാക്കി അവർ വെച്ചേക്കുന്നത്. നമുക്ക് ഈ ബോക്സോടെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കുറച്ച് ചെടികളായിട്ട് വാങ്ങിക്കാൻ കഴിയും കേട്ടോ. ഇതെല്ലാം സീസണൽ പ്ലാന്റ് ആണ്. കുറച്ച് മാസങ്ങളിൽ മാത്രമേ ഇത് നിൽക്കത്തുള്ളൂ കേട്ടോ. ചൂടൊക്കെ വരുമ്പോൾ ഇതെല്ലാം കരിഞ്ഞു പോകാറുണ്ട്. ഞങ്ങൾ സാറ്റർഡേ ഒരു ഈവനിങ്ങിലാണ് കേട്ടോ പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വിൻ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്ലാന്റുകൾ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പോട്ടുകളിലാക്കി ബ്രിഞ്ചൽ പിന്നെ ചില്ലി അങ്ങനെയുള്ള പിന്നെ നമുക്ക് സാലഡ്സിലൊക്കെ ഇടാൻ പറ്റിയ ലീഫുകൾ അങ്ങനെയുള്ള പിന്നെ പാലക്ക് അതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനി കുറച്ച് വലിയ ചട്ടികളിലാക്കി നമ്മുടെ വഴുതണി അതുപോലെ തന്നെ മുളകൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് ചെയ്ത് നല്ല വളമൊക്കെ ഇട്ട് വെച്ചേക്കുന്നതാണ്. എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. നിറച്ചും ഇങ്ങനെ പൂവുകളൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഈ വഴുതണിങ്ങയിൽ തന്നെ. പിന്നെ മുളകിലും ഒരുപാട് മുളക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെടി നമ്മുടെ നാട്ടിലേക്ക് ശംഖുപുഷ്പം പോലത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അതുപോലെ ഒരു വള്ളിയായിട്ട് പടർന്ന് കയറുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ചട്ടികളിലൊക്കെ ഇരിക്കുന്ന ബ്രിഞ്ചൽ അതുപോലെ തന്നെ മുളകൊക്കെ അവർ 20 ദിറംസ് 15 ദിറംസ് ആ ഒരു റേറ്റിലാണ് കേട്ടോ പറയുന്നത്. പിന്നെ ബാക്കി ചെറിയ ചെറിയ കുഞ്ഞു പോട്ടുകളിൽ ഇരിക്കുന്നതെല്ലാം 1 ദിറംസ് പിന്നെ കുറച്ചും കൂടെ വലിയ പോട്ടിലിരിക്കുന്ന 5 ദിറംസ് ആ ഒരു റേറ്റിലാണ് കേട്ടോ അവർ പറയുന്നത്. ഇനി ഇത് ചെറി ടൊമാറ്റോയാണ്. ഇതും 15 ദിറംസ് ആ ഒരു റേറ്റാണ് കേട്ടോ. ഇതിൽ ഒരുപാട് പൂ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ചെറിയ ടൊമാറ്റോസ് ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ വാങ്ങിക്കൊണ്ട് നടുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നിട്ടില്ല. വലിയ ചെടികളൊന്നും വാങ്ങിച്ചിട്ടില്ല. ചെറിയ ചെറിയ കുഞ്ഞു തൈകൾ മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. കാര്യം ചിലപ്പോൾ ഇത് കൊണ്ട് നടുമ്പോൾ ചിലപ്പോൾ ഇത് നിൽക്കണമെന്നില്ല. ഫസ്റ്റ് ആ ഒരു സമയത്ത് പൂവൊക്കെ പിടിച്ച് കുറച്ച് ടൊമാറ്റോ അതുപോലെ തന്നെ ബ്രിഞ്ചലും ഒക്കെ വന്നിട്ട് പിന്നെ അത് നശിച്ച് പോകാറുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി ബൊഗൈൻവില്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി കളറുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ബൊഗൈൻവില്ല ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ചെറിയ ചട്ടികളിലും അതുപോലെ തന്നെ വലിയ ചട്ടികളിലും അവർ നട്ടുവെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ചെടികളും അവർ നട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ടായിരുന്നു. കുറച്ച് നല്ല ഭംഗിയായിട്ടുള്ള നിൽക്കുന്ന ഇലകൾ മാത്രമുള്ള ആ ഒരു ടൈപ്പ് ചെടികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നാരങ്ങയാണ് കേട്ടോ. ഇതിങ്ങനെ ഓരോ ചട്ടികളിലായിട്ട് അവർ നട്ടുവെച്ചേക്കാണ്. കുറച്ച് ചെറുതായപ്പോൾ തന്നെ ഇങ്ങനെ നാരങ്ങ ഇഷ്ടം പോലെ ഇതിൽ പിടിച്ചിപ്പോണ്ട് കേട്ടോ. ഇവർ യൂസ് ചെയ്യുന്ന വളമൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത്രയ്ക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഇത് നമുക്ക് ബൊക്കെ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഫ്ലവേഴ്സാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് റോസും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ വെറൈറ്റി പൂക്കളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവർ വെച്ചേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിങ്ങനെ ഇൻഡോർ
പ്ലാന്റ്സുകളാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അധികം വെയിൽ കൊള്ളാത്ത രീതിയിൽ വെക്കേണ്ട ചെടികളാണ്. ഫുള്ളായിട്ട് ഇൻഡോർ ആയിട്ടുള്ളതല്ല ഈ നിൽക്കുന്നതൊന്നും. എന്നാലും അധികം വെയിലിൻ്റെ ആവശ്യമില്ലാത്ത കുറച്ച് ചെടികളാണ് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 65 dirhams ആണ് കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ ഇവിടെ ഒത്തിരി കാറ്റസ്, ഒരുപാട് മോഡൽ കാറ്റസ് ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയതും ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരുപാട് ചെടികൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് റോസയാണ് കേട്ടോ, വൈറ്റ് റോസാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ചട്ടിയിലാണ് കേട്ടോ. ഇവിടെ റോസസിനൊക്കെ ചോദിക്കുന്നത് 25 dirhams ഒക്കെയാണ്. പിന്നെ ഇത് മെജന്ത കളർ ഉള്ളൊരു റോസാണ്. അതും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അതിൻ്റെ പൂവ് അത്ര വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു എഗ് പ്ലാന്റ് ആണ്. പക്ഷെ വലിയ എഗ് പ്ലാന്റ് ആണ് കേട്ടോ പിടിച്ച് കിടക്കുന്നത്. പക്ഷെ മരം അത്ര വലുതൊന്നുമല്ല. പക്ഷെ ഇതവർ വളമായിട്ട് വെച്ചേക്കുന്നതാണ്. നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ നടുമ്പോൾ പിന്നെ വരുന്ന ആ ഒരു വഴുതനങ്ങ അല്ലെങ്കിൽ എഗ് പ്ലാന്റ് ഇത്രയ്ക്ക് വലിപ്പമൊന്നും കാണത്തില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ ഷോപ്പുകളുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും സെയിമൊക്കെ തന്നെയാണ്. പിന്നെ ചില സ്ഥലത്ത് കൂടുതൽ കളക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ കളക്ഷനുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ അടുത്തടുത്ത് തന്നെയാണ്. ഇനി കൂടുതലായിട്ട് എനിക്കിവിടെ കളർഫുള്ളായിട്ട് തോന്നിയത് ബൊഗൈൻവില്ല തന്നെയാണ് കേട്ടോ. ഒത്തിരി ഹൈറ്റിലൊക്കെ ആയിട്ട് അവരിങ്ങനെ കമ്പൊക്കെ വെച്ച് നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ബൊഗൈൻവില്ല. നമ്മുടെ വില്ലയിൽ ഓൾറെഡി ബൊഗൈൻവില്ല ഉണ്ട്. പിന്നെ ബൊഗൈൻവില്ല ആയിട്ട് നമ്മൾ വാങ്ങിക്കാൻ നിന്നിട്ടില്ല. കുറച്ച് വലിയ ചെടിയാണ് കേട്ടോ. അതുകൊണ്ട് ഉള്ളതെല്ലാം നല്ല വലിയ ചെടിയാണ്. അതുകൊണ്ട് അധികം ഒന്നും നമ്മൾ ബൊഗൈൻവില്ലയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ഡിഫറെൻറ്റ് കളർ ബൊഗൈൻവില്ല ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കുറച്ച് വലുതാണ്, നല്ല ഹൈറ്റിനാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വലിയ വലിയ പോട്ടുകളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അറബ്സൊക്കെ ഈ ഒരു വലിയ പോട്ടുകളൊക്കെ ഇങ്ങനെ വീടുകളിൽ വെച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വലിയ വലിയ ചെടികളൊക്കെ നടാൻ ഇതുപോലത്തെ പോട്ടുകൾ യൂസ് ചെയ്യാം. ഇത് തെറ്റിയാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ തെറ്റി എന്നാണ് പറയുന്നത്. ഒരുപാട് ചെടികളുണ്ട്. പക്ഷെ അധികം പൂവൊന്നും പിടിച്ചിട്ടില്ല. യെല്ലോ കളറാണ്. പിന്നെ റെഡും ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 10 dirhams ആണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോയും അതുപോലെ തന്നെ ഒരു റെഡും വാങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ കണ്ടതുപോലെ തന്നെ റോസാണ് കേട്ടോ. ഇത് നല്ല ഡാർക്ക് മെജന്ത കളറ് റോസാണ്. ഇതിനൊക്കെ 25 dirhams ആണ് കേട്ടോ അവർ പറയുന്നത്. നമ്മൾ റോസൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ നാരങ്ങയാണ്. ഒത്തിരി നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഒരുപാട് നാരങ്ങ പിടിച്ച് കിടപ്പുണ്ട്. ചെറിയ മരമാണെങ്കിലും ഒരുപാട് നാരങ്ങയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഇടയ്ക്ക് ഓറഞ്ചിൻ്റെ ചെടി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാ. ഓറഞ്ചും കുറച്ച് ചെറിയ ചെടിയാണ് കേട്ടോ. അതിൽ നിറച്ച് ചെറിയ ചെറിയ ഓറഞ്ച് ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന കണ്ടായിരുന്നു. പിന്നെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു പിങ്ക് പൂവൊക്കെ കാണാനായിട്ട്. ഞങ്ങളങ്ങനെ എല്ലാ ഷോപ്പുകളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ ഇതുപോലെ. എല്ലാ സ്ഥലത്തും സെയിം റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതുപോലെ ഒരുപാട് വലിയ വലിയ ചെടികളുള്ള അത് മാത്രം കൊടുക്കുന്ന ഷോപ്പുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിലിരുന്ന് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5:30 ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇരുട്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ച ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരാം.
ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഒരു ചെമ്പരന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്പരന്തിക്ക് അവർ 25 ദിറംസാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ തെറ്റി, പിന്നെ വഴുതനങ്ങ, പിന്നെ കുറച്ച് ചെറിയ ചെറിയ സീസണൽ പ്ലാന്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അൽവാസാലിൽ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സുകളും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.